പണ്ട് പണ്ട് കലിംഗ രാജ്യത്തിൽ രാജാവായിരുന്ന വിദ്യാസാഗർ മരണക്കിടക്കയിൽ കഴിയുന്ന സമയം മക്കളായ വരരുചിയും വിക്രമാദിത്യനും ഭട്ടിയും ഭർതൃഹരിയും തങ്ങളുടെ പിതാവിന് എന്തു സഹായവും ചെയ്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. മരണാസന്നനായ പിതാവിന് വേണ്ടി തങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നായിരുന്നു അവരുടെ ദുഃഖം. തങ്ങളുടെ സ്നേഹമുള്ള പിതാവ് തങ്ങളെ ഉടനെ വിട്ടുപിരിയുമല്ലോ എന്നോർത്ത് ദുഃഖിതരായി അവർ നിൽക്കുമ്പോൾ വിദ്യാസാഗർ കണ്ണു തുറന്ന് അവരെ മാറി മാറി നോക്കി. വിദ്യാസാഗറിന്റെ നോട്ടം ഭർതൃഹരിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ണീർ പ്രവഹിക്കാൻ തുടങ്ങി. വിദ്യാസാഗറിന് ശൂദ്ര സ്ത്രീയിൽ ജനിച്ച പുത്രനായിരുന്നു ഭർതൃഹരി. തന്മൂലം ഭർതൃഹരിക്ക് രാജാധികാരമോ രാജകീയ അവകാശങ്ങളോ നിയമപ്രകാരം ലഭിക്കുകയില്ലെന്ന് വ്യക്തമായിരുന്നു. ഇതായിരുന്നു ഭർതൃഹരിയെക്കുറിച്ച് ദുഃഖം തോന്നാൻ വിദ്യാസാഗറിനുണ്ടായ ഒരു കാരണം. വേറൊരു കാരണമാകട്ടെ ഇതിലും പ്രധാനപ്പെട്ടതായിരുന്നു. ശൂദ്രസ്ത്രീയിൽ ജനിച്ച പുത്രനായതുകൊണ്ട് ഭർതൃഹരിക്ക് പുത്രന്മാരുണ്ടാകുന്ന പക്ഷം അത് ബ്രാഹ്മണനായ തനിക്ക് നരകഹേതുവായി തീരുമെന്ന് സ്മൃതിശാസനം നന്നായിട്ടറിയാമായിരുന്ന വിദ്യാസാഗറിന് ഓർമ്മയുണ്ടായിരുന്നു. വിദ്യാസാഗരൻ കരയുന്നത് കണ്ടപ്പോൾ അത് ഭർതൃഹരിയോടുള്ള സ്നേഹാധിക്യം മൂലമാണെന്ന് മറ്റു പുത്രന്മാർ കരുതി. എന്നാൽ ബുദ്ധിമാനായ ഭർതൃഹരിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ഉടനെ തൻ്റെ പിതാവിനോട് പറഞ്ഞു: "പ്രിയ പിതാവേ, അങ്ങ് സ്വന്തം രക്ഷയെക്കുറിച്ച് ഭയപ്പെടേണ്ട. എനിക്ക് പുത്രന്മാരുണ്ടായി അങ്ങ് നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ലെന്ന് ഉറപ്പു തരുന്നു. ഇനി ഏതെങ്കിലും കാരണവശാൽ ഞാൻ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായാൽ എനിക്ക് സന്താനങ്ങൾ ജനിക്കുകയില്ലെന്ന് ഞാൻ ഉറപ്പുവരുത്തിക്കൊള്ളാം." ഭർതൃഹരിയുടെ ഈ ത്യാഗം വിദ്യാസാഗറിന് എത്രമാത്രം ആശ്വാസം നൽകി എന്ന് പറയേണ്ടതില്ലല്ലോ.